ആശാപ്രവർത്തകർക്കുള്ള കുടിശ്ശിക സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകാനുണ്ടെന്ന് ബി.ജെ.പി. എം.പി. രേഖ ശർമ്മ. തൊഴിലിന്റെ പ്രാധാന്യമനുസരിച്ചുള്ള വേതനം ആശമാർക്ക് ലഭിക്കുന്നില്ലെന്നും രാജ്യസഭയിൽ ബി.ജെ.പി. എം.പി. ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് വി. ശിവദാസൻ എം.പി. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അനുവദിച്ചില്ല. ലോക്സഭയിൽ കോൺഗ്രസ് അംഗങ്ങളും വിഷയം ഉന്നയിച്ചു. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ ഉന്നയിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് ഹരിയാനയിൽ നിന്നുള്ള ബി.ജെ.പി. എം.പി. രേഖ ശർമ്മയുടെ പ്രസ്താവനയായിരുന്നു. ആശാപ്രവർത്തകർക്കുള്ള കുടിശ്ശിക സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകാനുണ്ടെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ബി.ജെ.പി. എം.പി. രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. തൊഴിലിന്റെ പ്രാധാന്യമനുസരിച്ചുള്ള വേതനം ആശമാർക്ക് ലഭിക്കുന്നില്ലെന്നായിരുന്നു കേന്ദ്രത്തിനെതിരെ ബി.ജെ.പി. എം.പിയുടെ പരാതി. Sir, I urge the government to take immediate steps to address the long-standing issue. ASHA workers must be provided with fixed monthly salary in addition to their incentives, ensuring fair compensation for their invaluable services. Honorable Chairman, sir, I urge the government to take decisive action and increase their salary to ensure that they continue to serve the nation without financial distress. കേരളത്തിന് ₹1 പോലും കുടിശ്ശിക നൽകാനില്ലെന്ന കേന്ദ്ര മറുപടിയും സുരേഷ് ഗോപി ഉൾപ്പെടെ ബി.ജെ.പി. നേതാക്കളുടെ രാഷ്ട്രീയ നാടകവും തുറന്നുകാട്ടുന്നതായി മാറി രേഖ ശർമ്മയുടെ രാജ്യസഭയിലെ ചോദ്യം. അതേസമയം ആശാവർക്കർമാരുടെ പ്രശ്നത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുന്ന കോൺഗ്രസ് ലോക്സഭയിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടു. ശശി തരൂർ, കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ കോൺഗ്രസ് അംഗങ്ങൾ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചു. രാജ്യസഭയിൽ CPIM എം.പി. വി. ശിവദാസൻ ആശാപ്രവർത്തകരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അനുവദിച്ചില്ല. കൈരളി ന്യൂസ്, ദില്ലി. ഈ വിഷയത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, ഒരുപക്ഷെ വലിയൊരു ട്വിസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്ന് ഉണ്ടായത് പാർലമെന്റിൽ. രേഖ ശർമ്മ എന്ന് പറയുന്ന ബി.ജെ.പി. എം.പി. തന്നെ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു. അവർ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യങ്ങൾ: ഒന്ന്, ചെയ്യുന്ന ജോലിക്ക് അനുസരണമായ മതിയായ വേതനമല്ല ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത്. രണ്ടാമത്, ഈ ആശാവർക്കർമാർക്ക് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കൊടുക്കാനുള്ള കുടിശ്ശിക, ആ കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമെന്നുള്ളതാണ്. പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: വളരെ തുച്ഛമായ വേതനം ലഭിക്കുന്നു, കുടിശ്ശിക കൊടുത്തു തീർക്കണം. മാത്രമല്ല, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഏർപ്പെടുത്തണം, ഇൻഷുറൻസ് ഏർപ്പെടുത്തണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്തുകൊണ്ട് ഈ ആശാവർക്കർമാരുടെ വിഷയം ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത്, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ വലിയ തരത്തിൽ നടക്കുന്ന ഒരു സമരം, SUC എന്ന് പറയുന്ന സംഘടന നേരിട്ട് നടത്തുന്ന സമരം, അതിൻ്റെ ദിശ മാറിപ്പോകുന്ന ഒരു സാഹചര്യം. ഈ വിഷയം കേരള സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ബോധപൂർവമായ ശ്രമങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് രേഖ ശർമ്മ തന്നെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇതിൽ ആശമാരെ നിരാശപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. തുച്ഛമായ വേതനമാണ് അവർക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഇൻഷുറൻസ്, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നതുകൂടി പറയുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം, ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. നേതാക്കൾ, കേന്ദ്രമന്ത്രി അടക്കം വന്ന് വലിയ തരത്തിലുള്ള ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. അവർക്ക് കൂടി കിട്ടിയൊരു തിരിച്ചടിയായി വേണം ഇന്ന് രേഖ ശർമ്മയുടെ ഈ പാർലമെന്റിലെ പ്രസ്താവനയെ കാണാൻ, അല്ലേ സിബി? തീർച്ചയായും സിജു, അത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ആശാവർക്കർമാരുടെ സ്കീം എല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഒരു സ്കീമാണ്. അതുകൊണ്ട് തന്നെ ആശാവർക്കർമാരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടതും അവരുടെ കുടിശ്ശിക അല്ലെങ്കിൽ അവരുടെ ഓണററി അടക്കമെല്ലാം തന്നെയും വർദ്ധിപ്പിക്കേണ്ടതെല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെ ചുമതല കൂടിയാണ്. പക്ഷേ ഇവിടെ ബി.ജെ.പിയുടെ നേതാവായി വി. മുരളീധരൻ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണെങ്കിലും അവിടെ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടത് കേരളമാണെന്ന വിചിത്രമായ വാദവും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സമീപനം ബി.ജെ.പി. നേതാക്കൾ എടുക്കുന്നു. സുരേഷ് ഗോപി അടക്കമല്ല അതിനെയും കേരളത്തിലെ ഒരു വിഭാഗം ആശാവർക്കേഴ്സ് നടത്തുന്ന സമരത്തിലെത്തിക്കൊണ്ട് രാഷ്ട്രീയമായ നാടകം നടത്തുന്നു. എന്തായാലും ഇതെല്ലാം തന്നെയും കൃത്യമായി പൊളിയുന്ന അല്ലെങ്കിൽ കൃത്യമായി പച്ചക്കള്ളമാണ് ഇവർ നടത്തുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് ഇന്നിപ്പോൾ രാജ്യസഭയിൽ ബി.ജെ.പിയുടെ തന്നെ എം.പി. ആയ രേഖ ശർമ്മ നടത്തിയത്. ഇതിൽ രേഖ ശർമ്മ തന്നെ വ്യക്തമാക്കുന്നത് ആശാ വർക്കർമാർക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ കുടിശ്ശിക നൽകാനുണ്ട്. ആ കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണം. കോവിഡ് സമയത്ത് അവർ വലിയ രീതിയിൽ ആരോഗ്യ പ്രതിസന്ധി കാലഘട്ടത്തിലല്ല എല്ലാ തന്നെയും അവർ വളരെ വലിയ രീതിയിൽ പ്രവർത്തിച്ചാണ്. അവരുടെ ആ നിസ്തുല സേവനത്തിനുള്ള ഒരു കൃത്യമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തണം. അവരുടെ ജോലിക്ക് അനുസരിച്ചുള്ള വേതനം നൽകാൻ തയ്യാറാകണമെന്നെല്ലാം തന്നെയും ഈ രേഖ ശർമ്മ ചൂണ്ടിക്കാട്ടുന്നു. രേഖ ശർമ്മ ഹരിയാനയിൽ നിന്നുള്ള ബി.ജെ.പി. എം.പിയും വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷ കൂടിയാണ്. ഈ രേഖ ശർമ്മയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഉണ്ടാകണമെന്നും കേന്ദ്ര
കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ കുടിശ്ശിക വരുത്തുന്നുണ്ടെന്നല്ലാതിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള അല്ലെങ്കിൽ ഇവരുടെ മറ്റുള്ള പരിരക്ഷകൾ എല്ലാത്തിനെയും ഇവർക്ക് നൽകണം, ഇവർക്ക് പെൻഷൻ ഉൾപ്പെടെ വേണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ആശാ വർക്കർമാർക്കുടെ അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന് കുടിശ്ശിക കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് എന്ന് BJP MP തന്നെ രാജ്യസഭയിൽ സമ്മതിക്കുകയും അതിനുവേണ്ടി ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഈ ഒരു ലോക്സഭയിലും രാജ്യസഭയിലും ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. മറ്റൊന്ന് ലോക്സഭയിലേക്ക് പോയാൽ ലോക്സഭയിൽ നമുക്കറിയാം KC വേണുഗോപാലും ശശി തരൂരും എല്ലാം തന്നെയും ഈ വിഷയം ഉന്നയിച്ചു. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം തന്നെയും